അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സകലവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണല്ലോ. ഈ റമദാനിൽ ഒരു ചെറിയ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നിങ്ങൾ ഓതി, അഥവാ നിങ്ങളുടെ വീടിന്റെ 4 മൂലകളിൽ പിടിച്ചുകൊണ്ട് ഈ ആയത്ത് നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഭവനത്തിലുള്ള രോഗങ്ങൾ, സിഹ്റുകൾ, കണ്ണേറുകൾ, പൈശാചിക ഉപദ്രവങ്ങൾ, പിശാചിന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനത്തെ കാക്കുകയും ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുകയും പടച്ചവന് ഖൈറുകൾ ധാരാളം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു ആയത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സിഹ്ർ കൊണ്ട് വലയുന്നവരുണ്ട്, കണ്ണേർ കൊണ്ട് വലയുന്നവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. കണ്ണേർ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യമല്ല. കണ്ണേർ ഖബറിലെത്തിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ആയത്ത് ഇത് ഓതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അമല് ചെയ്താൽ മഹത്തുക്കളായ പണ്ഡിതന്മാരെ ആയത്ത് ഇങ്ങനെ ഓതണം. ഏത് രീതിക്ക് ഓതണം, എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്, ഐശ്വര്യങ്ങൾ കടന്നു വരാൻ എങ്ങനെയാണ് ഇത് ഓതേണ്ടിയുള്ളത് എന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ ഇതൊക്കെ ഓതുകയാണെങ്കിൽ ഒരുപാട് പുണ്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ദിനങ്ങളാണ്. ഖുർആൻ ഓതിയാൽ ഒരുപാട് പുണ്യം അല്ലാഹു നൽകപ്പെടുന്ന ദിനങ്ങളാണ്. നമ്മൾ ഈ പരിശുദ്ധ റമദാനിൽ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിജയികളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ വിജയിച്ചവരുടെ 4 അടയാളങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റമദാൻ മാസമാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അപ്പോ വിജയിച്ചവരുടെ 4 അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കാം. മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു 4 അടയാളങ്ങളുള്ള ആൾക്കാർ വിജയിച്ചു എന്നുള്ളതാണ്. ഒന്നാമതായി, കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ തുടങ്ങിയാൽ അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. അല്ലാഹുവേ, ഇന്ന പാപങ്ങളിൽ നിന്ന് വന്നുപോയേ പടച്ചവനെ, എനിക്ക് മാഫ് ചെയ്യണേ അല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നോക്ക്, പടച്ചവൻ നമ്മളെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. ഇനി നേരെ മറിച്ച് അവന്റെ കഴിഞ്ഞ പാപങ്ങളിലേക്കൊന്നും അവൻ ചിന്തിക്കാറില്ല, എന്നാൽ അവൻ പരാജിതനാണ്. രണ്ടാമതായി, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഹസനാത്തുകൾ ഓർക്കാതെ ഒരുപാട് നന്മ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അത് ഓർക്കാതെ ഇരുന്നാൽ അവൻ വിജയികളുടെ കൂട്ടത്തിലാണ്. ചിലര് പറയാറുണ്ട്, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജയികളുടെ കൂട്ടത്തിലാകണമെങ്കിൽ അവൻ ചെയ്ത ഹസനാത്തുകളെ ഓർക്കാതിരിക്കുക, നന്മകളെ ഓർക്കാതിരിക്കുക. എന്റെ അല്ലാഹ് എനിക്ക് കൂലി തരും എന്നുള്ള ഒരു ഉറപ്പ് മാത്രം ചെയ്യുക. ഞാൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് പടച്ചവനെ, അത് നിനക്ക് മാത്രമേ അറിയാവൂ, നീ എനിക്കത് കൂലി തരും എന്ന് അവൻ വിചാരിക്കുക. അല്ലാതെ ജനങ്ങളോട് പറഞ്ഞ് നടക്കാതിരിക്കുക. അങ്ങനെ അവൻ ചെയ്ത ഹസനാത്തുകൾ ഓർക്കാതിരുന്നാൽ അവൻ വിജയികളുടെ കൂട്ടത്തിലാണ്. കഴിഞ്ഞുപോയ മഹാന്മാർ ഒരിക്കലും അവരുടെ നന്മകൾ എടുത്തു പറയില്ല, ഒരിക്കലും അവരുടെ നന്മകൾ അവർ എടുത്തു പറയാറില്ല. ഞാൻ ഇത്രയും ഖത്മോദി എന്ന് എടുത്തു പറയാറില്ല, ഞാൻ ഇത്ര സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചു എന്ന് എടുത്തു പറയാറില്ല, ഞാൻ ഇത്ര സകാത്ത് കൊടുത്തെന്ന് പറയാറില്ല, ഞാൻ ഇത്ര പാവപ്പെട്ടവരെ സഹായിച്ചു എന്ന് പറയാറില്ല. ഇതൊന്നും കഴിഞ്ഞുപോയ മഹാരുതന്മാർ പറയാറില്ല. എന്നാൽ പരാജിതർ എങ്ങനെയാണ്? ഒരിക്കലും അവരുടെ തിന്മകൾ പറയില്ല, അവരുടെ കഴിഞ്ഞുപോയ ഹസനാത്തുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ചെയ്ത പാപങ്ങൾ പറയാതെ അവർ ചെയ്ത നന്മകൾ മാത്രം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അത് പെരുപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പരാജിതരുടെ കൂട്ടത്തിലാണ്. ഇല്ലേ? ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല, ഉസ്താദേ ഞാൻ ഇന്ന പാപം ചെയ്തു പോയി, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് അല്ലാഹു പുറത്തു തരാൻ ദുആ ചെയ്യണേ എന്ന് പറയുകയില്ല. അപ്പൊ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെറിയൊരു നന്മയെ പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്നവർ അവർ പരാജിതരാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂന്നാമതായി വിജയിച്ചവരുടെ അടയാളം ദീനിയായ അമലുകളിൽ ദിക്ർ ചെല്ലുന്ന വിഷയത്തിലായാലും, ഖുർആൻ ഓതുന്ന വിഷയത്തിലായാലും, ഏത് നന്മകൾ ചെയ്യുന്ന വിഷയത്തിലായാലും അവൻ അവരുടെ
മുകളിലുള്ളവരെ നോക്കുന്നതാണ്. ഉദാഹരണത്തിന് അല്ലാഹുവേ അൽവഖത്ത് ഇന്നയാൾ ഇത്ര ഖുർആൻ ഖത്തം പൂർത്തിയാക്കി അല്ലേ, അയാൾ ഇത്ര സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അയാൾ ഇത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹ് എന്നോർത്തവൻ വിഷമിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ മഹാന്മാര് പറയുന്നു അവൻ വിജയികളെ കൂട്ടത്തിലാണ് അല്ലെ. നന്മകൾ ഒരാൾ നന്മ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് കരുതുന്ന റബ്ബേ എനിക്ക് നന്മ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അദ്ദേഹത്തിന് അത്രയും നന്മ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിജയികളെ കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ അല്ലാഹുവേ ഇനി ഒരാൾ പരാജിതരുടെ കൂട്ടത്തിലാണ്. എങ്ങനെയുള്ള ആളാണ്? ഞാൻ ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ടല്ലോ, അപ്പുറത്തെയാൾ ഒട്ടും ഓതുന്നില്ലല്ലോ, ഞാൻ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നുണ്ടല്ലോ, അപ്പുറത്തെയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചിന്ത വന്നാൽ അവൻ പരാജിതനാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. നാലാമത്തെ വിഷയം ദുനിയാവിയായ കാര്യങ്ങൾക്ക് അവനിക്ക് താഴെ ഉള്ളവരിലേക്ക് അവൻ നോക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ അവന്റെ താഴെ ഉള്ളവരിലേക്ക് അവൻ നോക്കുക. അവനക്ക് അല്ലാഹു ഒരു കാറ് കൊടുത്തു, പക്ഷെ അവന്റെ താഴെയുള്ളവർ അല്ലാഹു ഒരു ബൈക്കാണ് കൊടുത്തത്. അപ്പോൾ അവൻ നോക്കേണ്ടിയുള്ളത് അവന്റെ താഴെയുള്ള ആളിലേക്കാണ്. റബ്ബേ എനിക്കൊരു വാഹനം നീ തന്നല്ലോ അല്ലേ. പടച്ചവനെ എന്റെ സഹോദരന് നീ ഒരു ബൈക്കാണല്ലോ തമ്പുരാനെ കൊടുത്തത്, അതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ ഒരു വാഹനം എനിക്ക് നീ തന്നല്ലോ അല്ലാഹ്. ദുനിയാവിന്റെ കാര്യത്തിൽ അവന്റെ താഴ്ന്നവരിലേക്ക് അവൻ നോക്കുക. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ അവന്റെ താഴ്ന്നവരിലേക്ക് നോക്കുക. എത്രയോ ആൾക്കാർ വാടക വീടുകളിൽ കഴിയുന്ന റബ്ബേ എനിക്ക് സ്വന്തമായ ഒരു ഭവനം നീ തന്നല്ലോ അല്ലാഹ്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന തമ്പുരാനെ. അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ അവന്റെ അവനിക്കുള്ള അവരെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. അങ്ങനെയുള്ളവൻ വിജയിച്ചവരാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി ഒരാൾ പരാജിതനാകുന്നത് എങ്ങനെയാണ്? ഒരുപാട് സമ്പത്തുള്ള മനുഷ്യനിലേക്ക് നോക്കിയിട്ട് അവരെക്കാൾ ഉയർന്നവരിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവേ എനിക്കിതൊന്നും നീ തന്നില്ലല്ലോ അല്ലാഹ് എന്ന് ചിന്തിച്ച് നടക്കുന്നവൻ പരാജിതനാണ്. അവൻ പരാജിതനാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഈ 4 കാര്യത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സ് ചിന്തിച്ച് നോക്കുക മുഅ്മിനീങ്ങളെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ അമല് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംശയരോഗങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്, അത് ശൈത്താന്റെ ശർറാണ്. അങ്ങനെയുള്ള വീട്ടിൽ കണ്ണേറ് സിഹർ അങ്ങനെയുള്ളതെല്ലാം മാറി കിട്ടാനും നമുക്കറിയാം സകല പ്രശ്നങ്ങളുടെയും ഉറവിടമാണ് സിഹർ, കണ്ണേറ്, പൈശാചിക ഉപദ്രവങ്ങൾ. ഇതെല്ലാം മാറിക്കിട്ടാൻ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. 21 ദിവസം തുടർച്ചയായി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 21 ദിവസം തുടർച്ചയായി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം കേൾക്കത്തക്ക നിലയിൽ വീടിന്റെ 4 മൂലകളിലും ആയത്തിൽ കുർസി ഓതി നാം ഓതണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓതുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ടാകും. അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെ ഉറവിടങ്ങളായ സിഹ്ർ, കണ്ണീർ, പൈശാചിക ഉപദ്രവങ്ങളെല്ലാം അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനത്തെ കാക്കുന്നതാണ്. ആയത്തിൽ കുർസി വലിയ മഹത്വമുള്ളതാണ്. മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ഭവനത്തിലേക്ക് കടക്കുമ്പോൾ ആ ഭവനത്തിലുള്ള സകല പ്രശ്നങ്ങളും, ചില ഭവനങ്ങളൊക്കെ എപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും അടികളും അതൊക്കെ കണ്ണീറുകളിൽ നിന്നും സിഹറുകളിൽ നിന്നും മാരണങ്ങളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം ഉണ്ടാകുന്നതാണ്. അതാണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ ഭവനത്തിലേക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്നും പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറുന്ന സമയത്ത് 21 ദിവസം തുടർച്ചയായി വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം കേൾക്കത്തക്ക നിലയിൽ വീടിന്റെ 4 മൂലകളിലും ആയത്തുൽ കുർസി ഓതി നാം ഓതണം. ആയത്തുൽ കുർസി നിങ്ങൾക്ക് അറിയാലോ, എന്ന് പറഞ്ഞാൽ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അങ്ങനെ
21 ദിവസം തുടർച്ചയായി നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം കേൾക്കത്തക്ക നിലയിൽ വീടിന്റെ 4 മൂലകളിലും ആയത്തുൽ കുർസി ഓതി നാം ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിലുള്ള കോലാഹലങ്ങൾ, പ്രശ്നങ്ങൾ, കണ്ണേറുകൾ, സിഹറുകൾ, അതുപോലെ തന്നെ സർവ്വ ശർറുകളെയും അല്ലാഹു തട്ടി നീക്കുകയും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ അത് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് റമദാൻ മാസം നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഈ അമല് ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്. ആ പരിശുദ്ധ ഖുർആൻ ആയത്തുൽ കുർസിക്ക് ഒരുപാട് മഹത്വമുണ്ട് മുഅ്മിനീങ്ങളെ. അതിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുകളെ അല്ലാഹു ആ ഭവനത്തിൽ നിന്ന് ആട്ടിയോടിക്കുന്നതാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം ഒരുപാട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം, ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസി നമുക്കറിയാം ആയത്തുകളുടെ നേതാവാണ്, ആയത്തുകളുടെ ലീഡറാണ്. ഇത് ഇങ്ങനെ മുടങ്ങാതെ തുടർച്ചയായി 21 ദിവസം നിങ്ങൾ ചെയ്യുക. നല്ല ഫലം അനുഭവിച്ചറിയാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേര് അവരുടെ ഭവനങ്ങളിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ഭവനങ്ങളിലും നീ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പിശാചിന്റെ ശർറുകളിൽ നിന്ന് ആ ഭവനങ്ങളെ രക്ഷപ്പെടുത്തുകയും സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഭവനങ്ങൾ അല്ലാഹുവേ, എല്ലാ ശർറുകളിൽ നിന്നും ഞങ്ങളെ ഭവനങ്ങളെ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മശായിഖിനാ വലി അസാതിദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സഗാറ. അർഹമർ റഹീമായ അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനേ, നിന്റെ പരിശുദ്ധ ഖുർആനിന് ധാരാളം മഹത്വമുണ്ട് അല്ലാഹ്. അതിൽ ചിലത് മാത്രം പറഞ്ഞ മജ്ലിസിലാണ് റബ്ബേ. ആ ഒരു സദസ്സാണ് നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് രോഗികൾക്ക് നീ അല്ലാഹു രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ മക്കളെ നൽകണേ അല്ലാഹ്. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പലരുടെയും പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള എല്ലാ പണികളും റഹ്മാനായ റബ്ബേ നീ പെട്ടെന്ന് പൂർത്തിയാക്കി സന്തോഷത്തോടെ താമസിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സകലവിധ ആപത്ത് മുസീബത്ത് അടങ്ങേറുന്നവരെ ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളാരെയും നീ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവരെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളാണ്, വലിയ വിജയം നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകൾ തൊട്ടും വിപത്തുകൾ തൊട്ടുമെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ലോക മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മജ്ലിസിൽ ബർക്കത്ത് ഉരിയണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.